മൂന്ന് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. നമ്മുടെ നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷറിനൊക്കെ മുമ്പായിട്ട് നമുക്ക് എന്താണ് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. ഓസ്മോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സൊല്യൂഷനിലെ സോൾവെന്റ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, ഫ്ലോ ചെയ്യാണ് എങ്ങോട്ട് പുറത്തേക്ക്, അല്ലെങ്കിൽ എന്താണ് സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റ് പാർട്ടിക്കിൾസ് മാത്രം ഫ്ലോ ചെയ്യാണ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സോൾവെന്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ നിന്ന് എന്താണ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഓസ്മോസിസ് ഞാനിന്ന് റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെ വരയ്ക്കാന്ന് ഒരു ടാങ്ക് എടുത്തിട്ട് വരയ്ക്കാണ്. ഒരു ടാങ്ക് എടുത്തിട്ട് ആ ടാങ്കില് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് ടാങ്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് എന്താണ് സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടോ. അപ്പൊ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയതുകൊണ്ട് ജസ്റ്റ് ആ ഗ്യാപ്പോളിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇവനാണ് എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. SPM എന്ന് വെച്ചാൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാല് വളരെ മൈന്യൂട്ട് പോർസ് ഉള്ള മെംബ്രെയിൻസിനെയാണ് നമ്മൾ പറയുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയാം. അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന്, അതുപോലെ തന്നെ എഗ്ഗിന്റെ മെംബ്രെയിന്, അതൊക്കെ എന്താണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞ ഈ സെപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്താണ് സൊല്യൂഷനും ലെഫ്റ്റ് സൈഡില് നമ്മൾ സോൾവെന്റ് എടുത്തേക്കാം. എന്തെടുത്തേക്കാണ്, സൊല്യൂഷനും സോൾവെന്റ് എടുത്തേക്കാണ്. ഇതില് എന്താണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ നിന്ന് എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്, ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ നിന്ന് സോൾവെന്റ് എന്താണ് സൊല്യൂഷനിൽ നിന്ന് എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിനിൽ നിന്ന് എന്താണ് ഇങ്ങോട്ട് ഫ്ലോ ഉണ്ടാവാണ്. സോൾവെന്റുകൾ എന്ത് ചെയ്യാണ്, ഫ്ലോ ചെയ്യാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ എന്ത് ചെയ്യാണ്, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലോ എന്ത് ചെയ്യണം, പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു പ്രഷർ എടുക്കാന്ന് വിചാരിക്കാം, ഒരു പ്രഷർ കൊടുക്കാന്ന് വിചാരിക്കാം. ഒരു മിനിമം പ്രഷർ കൊടുക്കാണ്. എന്താണ് ഈ സോൾവെന്റുകൾ ഇവിടെ നിന്ന് സൊല്യൂഷനിലേക്ക് എന്താണ് സോൾവെന്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എന്ത് ചെയ്യാണ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു മിനിമം പ്രഷർ കൊടുക്കാണ്. ആ മിനിമം പ്രഷർ പൈ എന്നാണ് കാണിക്കുന്നത്. എന്താ കാണിക്കുന്നത്, പൈ എന്നാണ് കാണിക്കുന്നത്, ആ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പൈ ആ മിനിമം പ്രഷർ ഫോർ എന്താണ് പ്രിവെന്റ് ഓസ്മോസിസ്. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാനുള്ള ആ ഒരു മിനിമം പ്രഷറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന്. എന്താണ് മിനിമം പ്രഷർ ടു പ്രിവെന്റ് ഓസ്മോസിസ്. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മിനിമം പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. പൈനാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, പൈനാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പൊ പൈ കിട്ടി. അപ്പൊ എന്താണ് മിനിമം പ്രഷർ ടു പ്രിവെന്റ് എന്താണ് ഓസ്മോസിസ്, അതിനാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഈ പൈ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് CRT ആണ്. എന്താണ് CRT ആണ്. പൈ ഈസ് ഈക്വൽ ടു CRT ആണ്. എന്താണ് സി എന്താണ്, സി എന്താണ് കോൺസെൻട്രേഷൻ ആണ്. സി എന്താണ് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, കോൺസെൻട്രേഷൻ നമ്മൾ കുറെ കോൺസെൻട്രേഷൻ മെത്തേഡ് പഠിച്ചല്ലോ, മൊളാരിറ്റി ഒക്കെ പഠിച്ചല്ലോ. അപ്പൊ മൊളാരിറ്റി എന്താ പറയണേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് മോൾസ് പെർ എന്താണ് വോളിയം. അപ്പൊ നമുക്കിവിടെ NV എടുത്തൂടെ, പൈ ഈസ് ഈക്വൽ ടു എന്തെടുക്കാം N/V/RT എന്തെടുക്കാം N/V/RT. അങ്ങനെ പൈ V ഈസ് ഈക്വൽ ടു NRT എന്നെടുക്കാം അല്ലെ. സിമിലർലി എന്താണ് PV ഈസ് ഈക്വൽ ടു NRT. PV ഈസ് ഈക്വൽ ടു NRT എന്ന് പറയുന്നത് ഇക്വേഷൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് അല്ലെ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനോട് ഈക്വൽ ആയിട്ട് നടക്കുന്നത് പൈ എന്ന് പറയുന്നത് പ്രഷർ തന്നെയാണ്. പൈ V ഈസ് ഈക്വൽ ടു NRT എന്നെടുക്കാനായിട്ട് പറ്റും. അപ്പൊ പൈ V ഈസ് ഈക്വൽ ടു NRT. ഇനി N കണ്ടുപിടിക്കാനായിട്ട് എന്താ പറ്റുക, N കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ N നമ്മൾ എന്താണ് സൊല്യൂട്ടിന്റെ ആണ് കാണിക്കാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് V ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പൈ V ഈസ് ഈക്വൽ ടു WV/MV/RT ആണല്ലോ. അപ്പൊ MV എന്താ, MV ഈസ് ഈക്വൽ ടു WV/RT/πV. അപ്പൊ എന്താണ് ഇത് റിലേഷൻഷിപ്പ്, എന്താണ് റിലേഷൻഷിപ്പ് ഓഫ് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് മോളിക്കുലർ വെയിറ്റ് ഓഫ് എന്താണ് സൊല്യൂട്ട്. അപ്പൊ മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് MV എന്ത് ചെയ്താൽ മതി, WV/RT/πV ചെയ്താൽ മതി. കിട്ടിയല്ലോ. അപ്പൊ ഇത്രയാണ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് കിട്ടിയത്, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ് മിനിമം പ്രഷർ ഫോർ എന്താണ് പ്രിവെന്റ് ഓസ്മോസിസ്. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാനുള്ള മിനിമം പ്രഷറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓസ്മോസിസ് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടുന്ന് എന്താണ്, ഇവിടെ നമുക്ക് പ്രഷർ ഇല്ലാത്ത സമയത്ത് ഈ സോൾവെന്റ്
പാർട്ടിക്കിൾസ് എന്താണ് സൊല്യൂഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്നാണോ ഫ്ലോ ഉള്ളതെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്കാണ് എപ്പോഴും എന്തുണ്ടാവും ഫ്ലോ ഉണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ഇവിടുന്ന് സോൾവെന്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ് ഇവിടേക്ക് സൊല്യൂഷനിലേക്ക് ഇങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എന്താണ് ഫ്ലോ ചെയ്യാണ്. അപ്പൊ ഈ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ സൊല്യൂഷനിൽ എന്താണ് സൊല്യൂഷനിലെ സോൾവെന്റിന്റെ എമൗണ്ട് കൂടി വന്നുകൊണ്ടിരിക്കും. ഇത് ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഓസ്മോസിസ് അളയാനായിട്ട് നമ്മളൊരു മിനിമം പ്രഷർ, അതായത് ഈ ഫ്ലോ ഇങ്ങോട്ട് വരരുത് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മിനിമം പ്രഷർ, ഏത് പ്രഷർ കൊടുക്കുമ്പോഴാണ് അങ്കിൾ ആ ഫ്ലോ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നത്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്തോളോ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓസ്മോട്ടിക് പ്രഷറിലെ കുറച്ച് കാര്യം കൂടി പറയാനാണെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാല് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പേരെന്താ വെച്ചാല് ബെർക്ക്ലി ആൻഡ് ഹാർട്ട്ലി മെത്തേഡ്. ബെർക്ക്ലി ആൻഡ് ഹാർട്ട്ലി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ സാധാരണയായിട്ട് കണ്ടുപിടിക്കുക. ഇനി നോക്കുക, ഇനിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കണ്ടീഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞല്ലോ, ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസുകളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലാർജ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. എന്താണ് ലാർജ് മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇവനെ ഏത് ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇറ്റ് വർക്ക് അറ്റ് എനി ടെമ്പറേച്ചർ, ഏതൊരു ടെമ്പറേച്ചറിലും നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ പ്രോട്ടീൻ അങ്ങനെയുള്ള എന്താണ് ബയോമോളിക്യൂൾസിന്റെ ഒക്കെ എന്ത് കണ്ടുപിടിക്കാൻ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ട്, അതുപോലെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ്, നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് എന്താണ് ലാർജ് മാഗ്നിറ്റ്യൂഡ് ആണ്. എന്താണ് ഓസ്മോട്ടിക് പ്രഷറിന് എന്താണ് ലാർജ് മാഗ്നിറ്റ്യൂഡ് ആണ്. ആൻഡ് എന്താണ് വർക്ക് അറ്റ് എനി ടെമ്പറേച്ചർ, എന്താണ് വർക്ക് അറ്റ് എനി ടെമ്പറേച്ചർ, ഏതൊരു ടെമ്പറേച്ചറിൽ വേണമെങ്കിലും വർക്ക് ചെയ്യും. അതുകൊണ്ട് എന്താണ് മെത്തേഡ് used to എന്താണ് find molecular weight of എന്താണ് proteins and polymers. പ്രോട്ടീൻസിന്റെയും പോളിമേഴ്സിന്റെ ഒക്കെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ് ഓസ്മോട്ടിക് പ്രഷർ ആണ്. അതിന്റെ കാരണം ലാർജ് മാഗ്നിറ്റ്യൂഡ് ആണ്, ഒരു ലാർജ് വാല്യൂ ആണ് കിട്ടുക. അത് മാത്രമല്ല അത് ഏതൊരു ടെമ്പറേച്ചറിലും നമുക്ക് എന്ത് ചെയ്യാൻ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ പ്രോട്ടീൻ ഒക്കെ ആകുമ്പോൾ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രോട്ടീന്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് എന്താണ് പ്രോട്ടീൻ അതേ ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ ടെമ്പറേച്ചറിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ഓസ്മോട്ടിക് പ്രഷറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കുക, അടുത്തത് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് ആണ് അടുത്തത് കേട്ടോ. അപ്പൊ ഓസ്മോസിസിനെ റിവേഴ്സ് ചെയ്യണം. അപ്പൊ നേരത്തെ കാണിച്ച അതേ എന്താണ് ഒരു ടാങ്ക് എന്താണ് കൺസ്ട്രക്ട് ചെയ്തൂടെ നേരത്തെ അതേ ടാങ്ക് തന്നെ എടുക്കും നമ്മള്. എന്നിട്ട് എന്താണ് സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചിട്ട് ആ ടാങ്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലോ. സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൽ എന്ത് ചെയ്തു സൊല്യൂഷൻ എടുക്കും. സൊല്യൂഷൻ എന്താണ് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ്. ഇവിടെ നമ്മൾ എന്താണ് സോൾവെന്റ് എടുക്കും. അപ്പൊ നമുക്കറിയാം എന്താണ് ഇവിടെ സോൾവെന്റ് എന്താ ഹൈ കോൺസെൻട്രേഷൻ ആണ്, ലോവർ കോൺസെൻട്രേഷൻ ആണ് സൊല്യൂഷനിൽ ഉള്ളത് സോൾവെന്റിന്റെ. അപ്പൊ ഇവിടെ നിന്ന് എന്താണ് സോൾവെന്റ് എന്ത് ചെയ്യും ഇങ്ങോട്ട് സൊല്യൂഷന്റെ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ഇല്ലാതാവാനായിട്ട് ഒരു മിനിമം എന്ത് ചെയ്താണ് ഒരു മിനിമം ഒരു പൈ ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ രണ്ട് സൈഡിലേക്ക് എന്താണ് ഫ്ലോ ഉണ്ടാവണില്ല, സോൾവെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം ഫ്ലോ ഉണ്ടാവണില്ല, പൈ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു എന്താണ് ഒരു ഹൈ പ്രഷർ ഞാനിവിടെ എന്താണ് അപ്ലൈ ചെയ്യാണ്. എക്സ്റ്റേണലി ഞാനൊരു എക്സസ് പ്രഷർ അവിടെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അതായത് എന്താണ് പി അപ്ലൈ ചെയ്യാണ്. പിയുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രേറ്റർ ദാൻ പൈ ആണ്. എന്താണ് പി ഈസ് ഗ്രേറ്റർ ദാൻ പൈ ആണ്. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ ഒരു പ്രഷർ ഞാൻ അവിടെ നിന്ന് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ അങ്ങോട്ട് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുന്നത് എന്താണ് ഈ സോൾവെന്റിനെ അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതലുള്ള ഒരു പ്രഷർ ഞാൻ ഇവിടുന്ന് കൊടുക്കുമ്പോൾ എന്തുണ്ടാവുക, ഇവിടെ കിടക്കുന്ന സോൾവെന്റുകൾ എങ്ങോട്ട് പോകും, സോൾവെന്റിന്റെ കമ്പാർട്ട്മെന്റിലേക്ക് പോകും. അപ്പൊ എന്താണ് ഇവിടെ കിടക്കുന്ന സോൾവെന്റുകൾ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഈ അപ്ലൈ എക്സ്റ്റേണൽ പ്രഷർ ഗ്രേറ്റർ ദാൻ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും
ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ അവിടെ ഉപയോഗിച്ചത് കൊണ്ട് അവിടെ എന്താണ് സോൾവെന്റ് സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിന്റെ സൈഡിലേക്ക് എന്ത് ചെയ്യാണ് ഫ്ലോ ചെയ്യാം. അപ്പൊ നോക്കുക, നമ്മളിവിടെ സലൈൻ വാട്ടർ ആണ് എടുക്കാന്ന് വിചാരിക്കുക, സീ വാട്ടർ എടുക്കുകയാണ്, അതായത് സോൾട്ട് വാട്ടർ എടുക്കുകയാണെങ്കിൽ ഇവിടെ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ എന്താ അതിൽ നിന്ന് നമുക്ക് വാട്ടറിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തൂടെ. അപ്പൊ ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. റിവേഴ്സ് ഓസ്മോസിസ് എവിടെയാണ് നമുക്ക് യൂസ് ചെയ്യാം, എന്തിനാണ് ഇതിന്റെ അപ്ലിക്കേഷൻ എന്നുള്ളത്, എവിടെയാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് സീ വാട്ടർ. സീ വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. അതിനെന്താ വെച്ചാൽ എന്താണ് ഡീസാലൈനേഷൻ എന്നാണ് നമുക്ക് അതിനെ പറയാം. ഡീസാലൈനേഷൻ ആണ് എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് വഴിയാണ് നമുക്ക് എന്താണ് ചെയ്യുക, സെപ്പറേറ്റ് എന്താണ് പ്യൂരിഫൈ ചെയ്യുക. അത് റിവേഴ്സ് ഓസ്മോസിസ് നടക്കാനുള്ള കാരണം എന്താണ്, ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓസ്മോസിസ് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളിപ്പോ ഓസ്മോസിസ് പഠിച്ചു, റിവേഴ്സ് ഓസ്മോസിസ് ഒക്കെ പഠിച്ചു. ഇനി ചില കണ്ടീഷൻസ് ഉണ്ട്, ചില ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. എങ്ങനെയാ വെച്ചാല് ഇപ്പൊ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആയിട്ടുള്ള ചില സൊല്യൂഷൻസ് ഉണ്ട്. ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അങ്ങനെ ഈ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആയിട്ടുള്ള സൊല്യൂഷൻ, അതുപോലെ ഈ ഓസ്മോട്ടിക് പ്രഷർ ഡിഫറൻസ് ഉള്ള സൊല്യൂഷൻസ് ഉണ്ട്. അങ്ങനെ ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ എന്താണ് അക്കോർഡൻസില് നമ്മൾ സൊല്യൂഷനുകളെ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. അങ്ങനെ സൊല്യൂഷനുകളെ കമ്പയർ ചെയ്യാൻ സൊല്യൂഷനുകളെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐസോടോണിക് സൊല്യൂഷൻ ആണ്. എന്താണ് ഐസോടോണിക് സൊല്യൂഷൻ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐസോടോണിക് സൊല്യൂഷൻ ആണ്. ഈ ഐസോടോണിക് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻസ് ആർ എന്തായിരിക്കും, സെയിം ആവും. ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻ സെയിം ആണ്. എന്താണ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണ് ആർക്കുണ്ടാവുക, സൊല്യൂഷൻ. എന്താണ് നമ്മൾ ഇതാണ് സൊല്യൂഷൻസ് having same osmotic pressure. All the solutions have same ഓസ്മോട്ടിക് പ്രഷർ. സെയിം ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്താ പറയാ ഐസോടോണിക് എന്ന് പറയാം. അവര് പരസ്പരം എന്തായിരിക്കും, ഐസോടോണിക് ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ടീച്ചറുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 0.91% NaCl solution isotonic with blood അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ ആർബിസി. നമ്മുടെ ബ്ലഡില് എന്താണ് റെഡ് ബ്ലഡ് സെൽസുമായിട്ട് ഐസോട്ടോണിക് ആണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളിപ്പോ മെഡിസിൻ ഒക്കെ നമ്മുടെ ബ്ലഡിലേക്ക് ഇൻജക്ട് ചെയ്ത് കയറ്റുമ്പോൾ ആ മെഡിസിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഐസോട്ടോണിക് ആവണമെന്നില്ല. നമ്മുടെ ബ്ലഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഐസോട്ടോണിക് ആവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൽസിന് അത് നമ്മുടെ ബ്ലഡിന് അത് എന്താണ് ബ്ലഡിന്റെ ഫംഗ്ഷന് അത് വളരെ എന്താണ് ബാഡ് ആയിട്ട് എന്താണ് വളരെ നല്ലതല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ അതിനെ ഐസോട്ടോണിക് ആയിട്ട് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ഐസോട്ടോണിക് ആയിട്ട് മാറ്റാനാണ് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നേഴ്സിന് വന്നു കഴിഞ്ഞാൽ നേഴ്സ് ആദ്യം എന്ത് ചെയ്യും, ആദ്യം തന്നെ മെഡിസിന്റെ കുപ്പി എടുത്തിട്ട് ഒറ്റ തട്ടി പൊട്ടിച്ചിട്ട് സിറിഞ്ചിൽ കയറ്റാണോ ചെയ്യാ, അല്ല. എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ നേഴ്സ് വന്നിട്ട് നേഴ്സ് എന്ത് ചെയ്യും, നേഴ്സിന്റെ കയ്യിലുള്ള ഒരു കുപ്പി എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, സിറിഞ്ചില് വേഗം ഇഞ്ചക്ഷൻ എടുത്തു എന്താ പറയാ സിറിഞ്ചിലേക്ക് ആ ഒരു സൊല്യൂഷൻ ഒരു ml എന്താണ് കുറച്ച് കയറ്റിയിട്ട് പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് മെഡിസിൻ മേടിച്ചിട്ട് പൊട്ടിച്ചിട്ടാണ് അതിൽ എന്ത് ചെയ്യാണ്, അതില് ആ മെഡിസിനും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇഞ്ചക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇഞ്ചക്ഷനൊക്കെ എല്ലാവർക്കും പേടിയാണെന്ന് അറിയാം, ടീച്ചർക്കും ചെറുതായിട്ട് പേടിയൊക്കെ തന്നെയാണ്. സാറില്ല അങ്ങനെ ഇഞ്ചക്ഷനും ഒന്നും അടിക്കേണ്ട നമുക്ക് വരാതിരിക്കട്ടെ കേട്ടോ എപ്പോഴും. എന്തോന്നുകൂടെ അപ്പോ എന്താണ് ആ നേഴ്സ് എടുക്കുന്ന ആ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, 0.91% ഓഫ് NaCl സൊല്യൂഷൻ ആണ് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് എന്താണ് ആ നേഴ്സ് എടുക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലഡും മെഡിസിനുമായിട്ട് ഐസോടോണിക് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഓസ്മോട്ടിക് പ്രഷർ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് അപ്പോ എന്താണ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആണ്. ഹൈപ്പോടോണിക് സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാല് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്താണ് ഗ്രേറ്റർ എന്താണ് ലെസ്സർ ദാൻ അതർ. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ ലെസ്സർ ദാൻ അതർ. അപ്പോ ഒന്നാമത്തെ ഐസോടോണിക് സൊല്യൂഷൻ, രണ്ടാമത്തെ
ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഇനി അപ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ ലെസ്സർ ദാൻ അതർ. മറ്റൊരു സൊല്യൂഷനുമായിട്ട് അവന്റെ ഓസ്മോട്ടിക് പ്രഷർ ലെസ്സർ ആണെങ്കിൽ അവനെയാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ്. ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഓസ്മോട്ടിക് പ്രഷർ ഗ്രേറ്റർ ദാൻ അതർ. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ ഗ്രേറ്റർ ദാൻ അതർ. മറ്റാളുടെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആണ് ഇവന്റെ ഓസ്മോട്ടിക് പ്രഷർ എങ്കിൽ അവനെ നമുക്ക് എന്താണ് ഇവൻ ഹൈപ്പർടോണിക് വിത്ത് അതർ. മറ്റവനുമായിട്ട് ഹൈപ്പർടോണിക് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോ ഐസോടോണിക് അല്ല, ഹൈപ്പർടോണിക്കും ഹൈപ്പോടോണിക്കും ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമ്മുടെ ബ്ലഡിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ. അപ്പൊ നമ്മുടെ ബ്ലഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, നമ്മുടെ ബ്ലഡിലേക്ക് എൻറ്റർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് നമ്മുടെ ബ്ലഡിലെ ഫംഗ്ഷൻസ് കളയുന്നു, എന്താണ് ഫംഗ്ഷൻസ് ഇല്ലാതാക്കുന്നു പറഞ്ഞു. അപ്പൊ ആ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇപ്പൊ എന്താണ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആണ് നമ്മുടെ ബ്ലഡിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ, നമ്മുടെ ബ്ലഡിലേക്ക് എൻറ്റർ ചെയ്യണം. എന്താ ഹൈപ്പോടോണിക് സൊല്യൂഷൻ നമ്മുടെ ബ്ലഡിലേക്ക് എൻട്രി ആണെങ്കിൽ ബ്ലഡ് സെൽ സ്വെൽ ചെയ്യും, ബ്ലഡ് സെല്ല് സ്വെൽ ചെയ്ത് ബേസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ ബ്ലഡ് സെൽ സ്വെൽ ചെയ്യണ ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഹീമോലിസിസ്. ഹീമോലിസിസ് എന്നാണ് പറയുന്നത്. അടുത്തത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ്. അടുത്ത ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ് നമ്മുടെ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യണത്. അത് എന്താണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ് നമ്മുടെ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യണത് എങ്കിൽ അതെന്താ വെച്ചാൽ സ്പ്രിംഗിങ്. എന്താണ് സ്പ്രിംഗിങ്? ആ സ്പ്രിംഗിങ് ഓഫ് എന്താണ് ബ്ലഡ് സെല്ലിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പ്ലാസ്മോലിസിസ് കേട്ടോ. അപ്പൊ നോക്കുക, ഇത്രയാണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഭാഗത്തിൽ പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ എന്താ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്ന മിനിമം പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. പൈ എന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. പൈ ഈക്വൽ ടു CRT ആണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ് മോളിക്കുലർ വെയിറ്റും അതുപോലെ തന്നെ മോളിക്കുലർ മാസ് ഓഫ് എന്താണ് സൊല്യൂട്ടും അതുപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിക്കേണ്ടായി. ഇനി ഈ ഓസ്മോട്ടിക് പ്രഷർ ആണ് കൂടുതൽ എന്താണ് ഏറ്റവും നല്ല മെത്തേഡ് എന്തിനു വേണ്ടിയിട്ട് പ്രോട്ടീന്റെയും അതുപോലെ തന്നെ പോളിമേഴ്സിന്റെ ഒക്കെ ലാർജ് മോളിക്കുലർ വെയിറ്റ് ഉള്ള ആളുകളുടെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ലാർജ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ലാർജ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അത് മാത്രമല്ല അവന് ഏതൊരു ടെമ്പറേച്ചറിന്റെ വേരിയേഷനിൽ വെച്ചിട്ട് നമുക്ക് ആ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് നല്ല മെത്തേഡായിട്ട് നമ്മൾ ഏതാണോ നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനെയാണ് പറയുന്നത് കേട്ടോ. ഇനി ഈ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്യാണ് ഇതിന്റെ സൈഡ് ഓഫ് എ സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓസ്മോസിസിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അത് അപ്ലൈ ചെയ്യുക ആ അപ്ലിക്കേഷൻ നമ്മൾ എവിടെയാണ് നമ്മളിപ്പോ സലൈൻ വാട്ടർ ഇപ്പൊ കപ്പലിലൊക്കെ പോകുമ്പോൾ സലൈൻ വാട്ടറിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് പ്യുവർ വാട്ടർ ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു അപ്ലിക്കേഷൻ ആണ്. റിവേഴ്സ് ഓസ്മോസിസ് ഒരു അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. റിവേഴ്സ് ഓസ്മോസിസിന് എന്തുകൊണ്ടാണ് ഒരു കണ്ടീഷൻ ആണത് എന്താണ് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും എന്താണ് ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പ്രഷർ എക്സ്റ്റേണലി നമ്മൾ അവിടെ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി ഓസ്മോട്ടിക് പ്രഷർ എന്താണ് സെയിം ആയിട്ടുള്ള സൊല്യൂഷനുകളെ നമ്മൾ ഐസോടോണിക് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് 0.91% ഓഫ് NaCl സൊല്യൂഷൻ ആണ് ഐസോടോണിക് വിത്ത് ഹ്യൂമൻ RBC ആണ് കേട്ടോ. ഐസോടോണിക് വിത്ത് ഹ്യൂമൻ RBC എന്താണ് റെഡ് ബ്ലഡ് സെൽസ് ആണ്. ഇനി ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആണ് ഓസ്മോട്ടിക് പ്രഷർ ലെസ്സർ ദാൻ അതർ ആണ്. മറ്റു സൊല്യൂഷനായിട്ട് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ ലെസ്സർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഹൈപ്പോടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നു. ഇനി ഓസ്മോട്ടിക് പ്രഷർ ഗ്രേറ്റർ ആയിട്ടുള്ള ആൾക്കാരെ ഹൈപ്പർടോണിക് എന്ന് പറയുന്നു. ഇനി ഹൈപ്പോടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്ലഡ് സെൽസിന് അത് സ്വെല്ലിരിക്കും. ആ ഒരു മെഡിക്കൽ കണ്ടീഷനെയാണ് നമ്മൾ എന്താ ഹീമോലിസിസ് എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് വരുന്നത് നമ്മുടെ ബ്ലഡിനെ സ്ട്രിങ്ക് ചെയ്യും. അതിനെ നമ്മൾ പ്ലാസ്മോലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന നമ്മുടെ ഭാഗം അവസാനിക്കുകയായി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ കേട്ടോ. അടുത്തത് നമ്മള് അബ്നോർമൽ മാസ് ആണ് പറയുന്നത്. അടുത്തത് അബ്നോർമൽ മാസ് ആണ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.